അതൊക്കെ ഓന്റെ തന്തപ്പട വരുന്നുണ്ട്. ആ വാലുവനും ഉണ്ടല്ലോ കൂടെ. നമുക്കൊരു വേല ഇറക്കാം. അയ്യോ, ആള് വെച്ചതാ. അതൊന്നും സാരമില്ല, വാ വാ. മുതലാളി കോളേജിലേക്കായിരിക്കും. ഒവേ, അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പിള്ളേർ? അതല്ല മുതലാളി, കോളേജിൽ ഭയങ്കര ലഹള നടക്കുന്നു. കോളേജിൽ പിന്നെ എന്തോ നടക്കണം? അവിടെ പഠിത്തം നടക്കുന്നേ എന്ന് വിളിച്ചു പറയുന്ന പോലെ ലഹള നടക്കുന്ന കാര്യം പറയുന്നത് അല്ലേ മുതലാളി? സ്റ്റുഡൻസിനെ വിളിച്ചാവും എനിക്കരുത്. അടിപിടിയുടെ കൂട്ടത്തിൽ മുതലാളിയുടെ മകനും ഉണ്ട്. എന്റെ മകനാ? മോഹനചന്ദ്രനാ? അതെ, അടിയുടെ ചന്തയാണ് ഭയങ്കരം ഭയങ്കരം. എന്താ ഇതിനുള്ള കാര്യം? കാര്യം എന്തോന്ന്? രാഷ്ട്രീയം, അല്ലാതെന്താ? എങ്കിൽ നമ്മക്കൊരു പണി ചെയ്താലാളെ സാറേ. നേരെ കോളേജിൽ അങ്ങ് കയറി ചെല്ലാമെന്നോ? അത് വേണ്ട, അത് വേണ്ട, അത് ബുദ്ധിയല്ല. എങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോവാം അല്ലേ? അവിടെ തന്റെ അമ്മായി എപ്പനുണ്ടായിരിക്കും. ഇവിടെ നമ്മക്ക് വഴിമാറിപ്പോകാം, അവര് നമ്മളെ കാണണ്ട. കൊള്ളാം, നല്ല തന്തയാണ്. ഈ തന്ത ഇങ്ങനൊക്കെയാണ്. മക്കവോ പോട്ടെ വാലെ. മക്കവോ ഞാനിപ്പോ വല്ലതും പറഞ്ഞാടോ? ഇല്ല. പിന്നെ താൻ എന്തിനാണ് എന്ന് വെച്ചത്? എന്താണാവോ? വാടോ സാറേ. ആരാണ്ടാ പോണത്? സുകുമാരനാണാ? അതെ. നിന്റെ കയ്യിൽ എന്നതാണ്? ഇങ്ങാട്ട് വന്ന് എന്നതാണ്ടായത്? മീൻ. ഇതെവിടെ കൊണ്ടുപോവുകയാണ്? ഇവിടെ കൊണ്ടുവന്നതാ. ഇവിടെ എന്നാത്തിന്? കറി വെക്കാൻ ഒന്നും കിട്ടിയില്ല. മീൻ ഉണ്ടെങ്കിൽ കൊടുത്തയക്കാൻ മുതലാളിയുടെ ഭാര്യ പറഞ്ഞിട്ട് മുതലാളി ഷാപ്പിൽ നിന്ന് തന്നയച്ചതാ. ഇത്രയും വലിയ മീനാ? മങ്കേ, ഞാൻ പൊക്കോട്ടെ? ഇല്ലടാ, ചോദിക്കട്ടെ. ഈ മീനിന് എന്നാ വില വരും? എനിക്കറിയാൻ മേല. എന്നാലും ഒരു ഉദ്ദേശം. ഒരു 45 രൂപയെങ്കിലും വരും. 45 തന്നെ കൂട്ട്. നമ്മക്കിത് എത്ര കഷ്ണായിട്ട് മുറിക്കാം? ഷാപ്പില് മുറിക്കണ കണക്കാണ് ചോദിക്കണത്. ഷാപ്പിലെ കണക്കനുസരിച്ച് ഒരു 16 കഷ്ണമെങ്കിലും കിട്ടും. 16? ഒരു കഷ്ണത്തിന് എന്നാ വില വരും? ഉദ്ദേശം മതി. കാണുമ്പല്ലേ 7 രൂപ കുറഞ്ഞത്. അപ്പ 16 മുതലാളിനെ കൂട്ട്. കണക്ക് പിടിയില്ലല്ലേ? 16 112 രൂപ വരും. ഇനി ഇത് കറിയാക്കണേന് എന്നാ ചെലവ് വരും? ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. ഓവേ, ഇനിയും പറയണ? ഒരു കാര്യവും ഇല്ലേ? നിന്റെ വായിന്ന് ചാണപ്പുളി വീഴുവാന്നറിയാനാണ് ഞാൻ ഈ പറച്ചിലൊക്കെ പറയിപ്പിച്ചത്. എന്റെ വായിലെവിടെയാണ് ചാണപ്പുളി? എടാ, നീ 3 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യവും കൊടംപുളിയാണ് പറഞ്ഞത്, ചാണപ്പുളി പറഞ്ഞില്ല. അപ്പൊ നീ ഷാപ്പിൽ ദിവസവും കൊടംപുളി ഇട്ടാണ് പെരുമാറണതെന്ന് തെളിഞ്ഞാ കൊടംപുളിക്ക് ഇപ്പൊ എന്നാ വിലയാണെന്നാണ് നീ കരുതിയിരിക്കണത്? മീൻകറിയുടെ അകത്ത് ചാണപ്പുളി ഇട്ടാ പോരേടാ സൂക്കും മാരാ. കുടികാരെ സമ്മതിക്കില്ല മുതലാളി. ഇപ്പോഴത്തെ കുടികാർക്ക് ഭയങ്കര വിപ്ലവം പോതാ. അവര് വഴക്കുണ്ടാക്കും. എടാ മണ്ട, വഴക്കുണ്ടാക്കണവരെ കാണിക്കാൻ വേണ്ടി 2 കഷ്ണം കൊടംപുളി എടുത്ത് കീറി കറിയുടെ അകത്ത് മുക്കി മാറ്റച്ചിട കരയെ കയറ്റി വെച്ചേക്കണം. കറിയുടെ അകത്ത് ചാണപ്പുളിയാണെന്ന് പറയണവനെ അതെടുത്ത് കാണിച്ചേച്ച് തിരിച്ച് അവിടെ തന്നെ വെച്ചാ പോരെ? അങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുകയാണെങ്കിൽ 2 ആഴ്ച അതിരിക്കും. അറിയായ? അതൊക്കെ മുതലാളി ചെയ്താൽ മതി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ഞാൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെ എന്നടാ പറയണത്. അതൊക്കെ പോട്ടെ, ഇതിന് കറിച്ചെലവെന്നാ വരും? അനുസാരിക്ക്. ഒരു 11, 11.5, 11.75. വേണ്ട, 12 പിടി. 45 രൂപ മീൻ, 12 രൂപ അനുസാരി. 45ഉം 12ഉം കൂട്ടിക്കോ. ആ കാര്യം വിട്ടുപോയി. 45ഉം 12ഉം 57. 16 കഷ്ണത്തിന് 112 രൂപ. 112ന് 57ഉം പോഹാ. എന്നെ മുതലാളി, ഞാൻ പോക്കോട്ടെ? നീ വിഷമിക്കണ്ടാടാ, ഞാൻ കുറച്ചു തരായേ. 57ഉം പോഹ 55 രൂപ. 55 രൂപ ലാഭം, 57 രൂപ ചെലവ്. മൊത്തം 112 രൂപ. ഒരു നേരത്തെ ഊണിന്റെ കറിക്ക് 112 രൂപയമ്മേ. ഇതൊക്കെ നോക്കിയിരുന്നാലേ കണമ്പ് കറിയും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റിയല്ല. ഞാനിപ്പോ എന്ത് ചെയ്യണം? ഇതിവിടെ കൊടുക്കണ കൊണ്ടുപോണ? നീ കൊണ്ടുപോയി ചാപ്പിലി കൊടു. മങ്കെ അങ്ങനെ മീന് കൂട്ടാണ്ട. കൊച്ചുവാവേ, കണമ്പ് കറി കൂട്ടിയിട്ടല്ല കാശുണ്ടാക്കിയത്, കണമ്പ് കറി വിറ്റിട്ടേണ്. ചെല്ല് കൊണ്ടക്കൊട്. ഉടനെ ഇവിടെ വെള്ളം പൊങ്ങിയാടാ. നീ കറി യൂണിയൻകാരനാണല്ലോ, ഒന്നുകൂടെ പൊക്കി കുത്തിക്കോ. അല്ലെങ്കിലേ സുകുമാരാ, അത് ഉരിഞ്ഞ് തലയെ കെട്ടിക്കും. തുടക്കട.
എടോ സാറേ, ആ താൻ ആ കിസ്തളവിനുള്ള കള്ളാസ് എഴുതി വിട്ടാ? ഇല്ല മുതലാളി, ഇന്ന് വിട്ടേക്കാം. ശരിക്ക് തട്ടിയേക്കണം കേട്ടാ. ഉം. കിസ്തളവ് ചെയ്തു തന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇനിയും വരുമെന്നൊരു ഒരു ഒരു സൂചന. ആ അതെ, അത് തന്നെ. വെട്ടിത്തുറന്ന് എഴുതി കളയരുതും, വായിച്ചാ പിടി കിട്ടുകയും വേണം. അതെല്ലാം ഞാൻ ഏറ്റു മുതലാളി. പക്ഷേ ഒരു കുഴപ്പം, 2 ദിവസത്തെ പണിമുടക്കെങ്കിലും നടക്കാതെ കിസ്തളവ് ചെയ്തു തരണമെന്ന് എങ്ങനെ ആവശ്യപ്പെടും? ഓ, ആ യൂണിയൻകാരോട് പറയടോ 2 ദിവസം ഒന്ന് മുടക്കിത്തരാൻ. ദേ, ഒരു വക പുത്തമ്പണക്കാരന്റെ വിവരദോഷം എന്നോട് പറയരുത്. ബോധത്തിന് പറയുന്നുണ്ട് അതിലില്ലേ? പൊന്നു മുതലാളി, മാപ്പാക്കണം. അബദ്ധം സംഭവിച്ചു പോയി. താനിപ്പോ എന്നതാണ് ഈ പറഞ്ഞത്? മായയാണോ മന്ത്രമാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. എന്റെ മുമ്പിൽ വേറെ ആരോ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇല്ല മുതലാളി, എന്റെ ഉള്ളു ശുദ്ധമാണ്. അശുദ്ധമായതാണ് പുറത്തോട്ട് തള്ളിയത്. ആ ശരി ശരി, പുത്തമ്പണക്കാരന്റെ വിവരദോഷം അല്ലേ? ആ ഇരി ഇരിക്കടോ. കോലത്തുനിന്ന് ആ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയി. ആര്? കോലത്തെ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയെന്ന്. അതിനിവിടെ തമ്പുരാക്കന്മാരും ഇല്ലല്ല. നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണണ്ടാ? ഇതെന്നത് നോട്ടാണ്? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണെന്ന് പറയണത് നേരാണാ? എടോ ഓ സാറോ എന്തോ എഴുന്നേറ്റ് നെല്ലി, നമ്മളെ രണ്ടാളെയും വിത്തരിക്കാൻ പോവുകയാണ് മന്ത്രി മംഗമാമ. പുതിയ എസ് മന്ത്രിയാണ്. ഇങ്ങാട്ടിരിയെന്ന് കളിയാക്കൊന്നും വേണ്ട. അമ്മമ്മ ഇതാരപ്പ? എസ് ഇൻസ്പെക്ടറാ? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ തുടങ്ങിയ പിന്നെ ആ തമ്പരാട്ടിമാർക്ക് അവിടെ കഴിഞ്ഞുകൂടാനൊക്കുവാ. വേറെ വല്ലയിടത്തും കൊണ്ടുപോയിട്ട് മാറ്റാമേലേ? എടീ, വാറ്റാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ. എനിക്ക് മേലെ കോലാത്ത വലിയ തമ്പുരാൻ കിടന്നുറങ്ങിയ മുറിയിൽ ഇട്ട് ചാരായം മാറ്റണം. അതെന്താ അത്ര വലിയ നിർബന്ധം? ആ അത് നീ തന്തക്ക് പറഞ്ഞവനാണെങ്കിലേ അറിയാനൊക്കെ ഉള്ളു. ആ കോലോ നിൽക്കുന്നിടത്ത് കുളം തോന്നണമെന്നായിരുന്നു കൊച്ചിലെ മുതലുള്ള എന്റെ ഒരാശ. ഓരോരോ ബാലചാബല്യങ്ങളെ. എന്താ? എടീ, എന്റെ അച്ഛനെ വെട്ടിയരിഞ്ഞിട്ട കോലാത്തിട്ട് ഞാൻ ചാരായം വാറ്റും. അതിനാണ് ചോദിച്ച വില കൊടുത്ത് ഞാനത് മേടിച്ചത്. ആ തമ്പുരാട്ടിമാരുടെ ഓഹരി മാത്രം തന്നില്ല. ആ കെട്ടിപ്പിടിച്ചണ്ടിരുന്നോട്ട. ഞാൻ അവിടെ ഇട്ട് ചാരായം വാറ്റ് തുടങ്ങുമ്പോ തമ്പുരാട്ടിമാര് താനേ പുറത്ത് ചാടും. അപ്പൊ ഞാൻ വാറ്റ് നിർത്തും. എന്നിട്ട് ആ കോലാത്തിന് തീയിടും. അത് കഴിഞ്ഞ് അവിടെ ഒരു കുളം കുഴിക്കും. ആ കുളത്തിൽ നിന്ന് ഒരു കൈ വെള്ളം കോരി ഞാൻ കുടിക്കും. എന്നാലേ എന്റെ ഉള്ളൊന്ന് തണുക്കുള്ളൂ. എന്റെ അച്ഛന്റെ ചോര വീണ സ്ഥലാണത്. വിടുകേല കൊച്ചുവാവ. കണ്ടത് സംഭാവന പിരിവുകാരാണ് തോന്നുന്നത്. പിരിവുകാരാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എപ്പോ വരുമെന്ന് പറയണം. ഇനി വരികേല, ചത്തുപോയി. ചത്തുപോയെന്നാ? അങ്ങോട്ട് ചെന്ന് നുണ പറഞ്ഞ് പാവം തലയ്ക്ക് വലിച്ചു കയറ്റുന്നത് എന്തിനാ? കുറച്ചു നേരം വിളിച്ചിട്ട് അവരങ്ങോട്ട് പൊക്കോളും. ഹലോ മോഹൻ, ഫാദറില്ലേ ഇവിടെ? അകത്തുണ്ടല്ലോ. ഒന്നിട്ട് വിളിക്കാമോ? വേണ്ട, അങ്ങോട്ട് എന്നാ മതി. എനിക്ക് നീ കൂടെ വാ. ഞാൻ വന്നാ കുഴയും. നിങ്ങൾ നേരെ കയറി പോയിക്കോ. ചെല്ലട്ടെ. ആ ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പോയല്ലോ. പപ്പായോ? ആര്? എന്തോന്ന്? ആ നമസ്കാരം മുരളി. ആ നമസ്കാരം നമസ്കാരം. ദേ ഇങ്ങാട്ടിരി. ഒരാള് ദേ അങ്ങാട്ടിരി. ഇങ്ങാട്ടുവാരോ? എന്ത് എന്താ നെല്ലി, താൻ എല്ലാത്തിനെയും കൂടെ വിളിച്ച് മുറി കയറ്റിയ. അപ്പൊ മുതലാളി ഇതിനെ പുറത്തേക്ക് തല നീട്ടിയത് അതല്ലേ കുഴപ്പമായത്? പിന്നെ അവര് വന്നെന്നും പറഞ്ഞ് തല കൊണ്ടിയെന്ന് തണ്ടാം. ഓ പറ്റില്ല. മുതലാളിക്ക് ബുദ്ധിമുട്ടായി കാണും. ഏയ് എന്നാ ബുദ്ധിമുട്ട്. ഇതിൽ ചിലരെ എല്ലാം കണ്ടിട്ടുള്ള പോലെ തോന്നണുണ്ടല്ല. കണ്ടു കാണും മുതലാളി. സ്റ്റുഡൻസ് അല്ലേ? ഞങ്ങൾ കോളേജിൽ നിന്ന് വരികയാണ്. കോളേജ് ഡേ ആണ് എന്ന് വെച്ചാ വാർഷികം.
ഔവ്വ. ഇവിടെ ഇരുന്ന് വലിക്കണം മുതലാളി. അയ്യോ പിന്നെ മറ്റവനായിരിക്കും. അതെ. പിടിച്ചോ പിടിച്ചോ. ഒരെണ്ണം നോക്കുന്നോ? വേറെ ഉണ്ടേ? വേണ്ട വേണ്ട, വാപ്പൻ ചുമക്കും. പിന്നെ എന്നൊക്കെ ഏത് പരിപാടികള്? കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട്. ആ, അപ്പൊ കൂവും കുറുക്കുവിളിയും കാണുമെന്നുള്ളത് കല്ലേക്കിട്ട്. കായിക മത്സരങ്ങളും ഉണ്ട്. ആ, അപ്പൊ കല്ലേറും കത്തിക്കുത്തും ഇല്ല. അതൊക്കെ എങ്ങനെ കിടക്കും മുതലാളി? കോളേജ് പിള്ളേരല്ലേ? വാസ്തവം വാസ്തവം. അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ, പിള്ളാരല്ലേ. തീർന്നില്ല മുതലാളി, വൈകുന്നേരം ഒരു സമാപന സമ്മേളനം കൂടി ഉണ്ട്. അതായത് ഈ കലാശക്കോട്ട. വേണം വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. മുതലാളിയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ചീഫ് ഗസ്റ്റ്. ആരപ്പാ? പ്രധാന അതിഥി. ആ, അത്രേ ഉള്ളൂ. ഞങ്ങൾ റോഡിൽ നിന്ന് തന്നെ താലപ്പൊലിയോടുകൂടി മുതലാളിയെ സ്വീകരിച്ചുകൊണ്ട് പോകും. സന്തോഷമായില്ലേ മുതലാളി? ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതൊക്കെ മുമ്പ് ഇതുപോലെ വിളിച്ചണ്ട് പോയവരെയെല്ലാം അവിടെ തന്നെ മൂടിയാ അവരുടെ വീട്ടിലാട്ട് കൊടുത്തു വിട്ടാ? എന്ന് വെച്ചാൽ ഈ താലപ്പൊലിയായിട്ട് അകത്താട്ട് കൊണ്ടുപോണവരെയൊക്കെ പച്ചോല കെട്ടിയാണല്ല പുറത്താട്ട് ഇറക്കണത്. അതുകൊണ്ട് ചോദിച്ചു പോയതാണ് കേട്ടാ. ദേ, ഈ ജാതി ഫലിതങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഔവേ, മിസ്റ്റർ കൊച്ചുവാവ, അതേറ്റിരിക്കണ്. അവിടെ എന്നതാണ് ഈ നോക്കണത്? കൊച്ചുവാവതേ ഇവിടെ ഉണ്ട്. അന്തരീക്ഷത്തിൽ ചെന്താമര. വെണ്ടുരുത്തിയിൽ കുന്തിരിക്കം. അതിരിക്കട്ടെ, ഇത് നിങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസറാണോ അതോ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ? ആ, സാരമില്ല, ചോദിച്ചോ. അതെല്ലാം പോട്ടെ മുതലാളി, നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം. മുതലാളിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ കാറുമായിട്ട് വരും. എന്നാത്തിന്? വിളിച്ചണ്ട് പോയേച്ചുവേ ചാക്കിലി കെട്ടിക്കൊടുത്തയക്കാൻ വാപ്പനെ കിട്ടുകയില്ല. മക്കവോ, കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങളൊന്നും ഈ വർഷം ഉണ്ടാവില്ല മുതലാളി. ഈ വർഷം കോളേജ് യൂണിയൻ വേറെ പാർട്ടിക്കാണ്. പക്ഷേങ്കിൽ കൂമ്പ എല്ലാ പാർട്ടിക്കാരെ ഒറ്റ ഒരുപോലെ ഇരിക്കുവല്ല, അതല്ലേ കുഴപ്പം. ചുരുക്കി പറഞ്ഞ മുതലാളി വരില്ല അല്ലേ? നിങ്ങൾ എന്നിട്ടേ നിങ്ങളെ ഈ പരുവത്തിലാക്കി എടുത്തവരെ വിളിച്ചണ്ട് പോയി ചെരിക്കൊന്ന് പൂശ്. പാപ്പനെ വിട്. പക്ക പോ. വെറും കൺട്രി. പോവാ. വാ നമുക്ക് പോവാ. ഒരു സാധനം. അപ്പളേ ഇങ്ങാട്ട് വന്നേ, ഇങ്ങാട്ട് വന്നേ. ദേ, ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പോകാനാ. ഇതും കൂടെ എടുത്തണ്ട് പോ. പണിമുടക്ക് സമരം സിന്ദാബാദ്. പണിമുടക്ക് സമരം സിന്ദാബാദ്. ത്രികക്ഷി തീരുമാനം നടപ്പിലാക്കുക. കൊച്ചുവാ മുതലാളിയുടെ കാട്ടുഭരണം അവസാനിപ്പിക്കുക. നിയമം ലംഘിച്ച കൊച്ചുവാ മുതലാളിയെ പ്രോസിക്യൂട്ട് ചെയ്യുക. കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ? 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 കൊച്ചുവാവേ ഇല്ലേ, നിങ്ങൾ ഇങ്ങനെ കൊച്ചുങ്ങളെ ഉറക്കണത് പോലെ പാടിക്കൊണ്ടിരുന്നാലേ കൊച്ചുവാവ നടക്കണ വഴിക്ക് ഉറങ്ങിപ്പോകും. അത് പോട്ടാ, വല്ലതും കഴിച്ചണ്ടാണ് ഈ വിളിയൊക്കെ വിളിച്ചു കൂട്ടണം. ഒന്നും കഴിച്ചില്ല മുതലാളി. കണ്ടാ വിവരദോഷമല്ലേ കാണിക്കണത്? എടോ സാറേ, തന്നാട് ഞാൻ പറഞ്ഞിട്ടില്ലോടോ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇവരുടെ കാര്യം വേണ്ട പോലെ നോക്കിക്കൊള്ളണമെന്ന്. എന്നിട്ട് താനിത് ആരട? എടോ, ഈ വിളിച്ചു പറയണതേ ഉമ്മണിത്തെണ്ണുള്ള കാര്യമാണ്, അറിയായ? കൊച്ചുവാവനെ എന്നാ ചെയ്യണോന്നാണോ ഇവര് വിളിച്ചു പറയണത്? പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന്. എന്ന് വെച്ചാ അതായത് പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം പ്രസാദിപ്പിക്കണം, അങ്ങനെയും പറയാം. അങ്ങനെ ചെയ്യണോന്ന് ഉടയ തമ്പുരാനാട് വിളിച്ച് പറയുകയായിരുന്നു അല്ലേ? അതെ അതെ, അങ്ങനെ ചെയ്യണമെന്ന് മുകളിലോട്ട് പറയായിരുന്നു. ഒരർത്ഥം പറച്ചിലുകാരൻ നടക്കണ്. എടോ, താൻ തെങ്ങ കേറിയിട്ടുണ്ടാ? തെങ്ങിലോ? ആ, ഉണ്ടല്ലോ. വെടല വിരിക്കാനല്ല, ചെത്താൻ കേറിയിട്ടുണ്ടാ? ചെത്താനോ? ആ. ഇല്ലല്ലോ. എന്നാ കൊച്ചുവാവ കേറിയിട്ടുണ്ട്, ചെത്താൻ. അല്ല, പഷ്ടി ചെത്തുകാരനായിരുന്നു കേട്ടാ. ഒരു ദിവസം ചെത്താൻ കേറിയില്ലെങ്കിൽ ചെത്തുകാരനും ചെത്തുതെങ്ങിനും എന്തും വേണ്ട ഏതൊക്കെയുണ്ടെന്ന് തനിക്കറിയായ. അതിനിടെ വിളിച്ചു പറയുകയും കൂടി ചെയ്താലാ പിന്നെ പറയാനുണ്ടാ? താന്തേ ഇവർക്ക് വയറ് നിറച്ച് എന്നാങ്കിലൊക്കെ മേടിച്ചു കൊടുത്തേച്ച് പുറകെ വന്നേര്. ഞാൻ മറ്റേ ഷാപ്പിലുണ്ടാകും. ഇയാൾ എന്ത് മനുഷ്യനാ? ഞാനും അത് തന്നെയാ ചോദിക്കണേ. ഇയാൾ എന്ത് മനുഷ്യനാ? ഇയാളുടെ പുറകെ നടക്കാൻ സാറിന് നാളാവില്ലേ? ജോലി തരൂ, കൂലി തരൂ, റേഷൻ വാങ്ങാൻ കാശ് തരൂ. ഏറ്റോ? എന്തോന്ന്
ജോലി തരൂ, കൂലി തരൂ, റേഷൻ വാങ്ങാൻ കാശ് തരൂ. ഏറ്റവും ഞങ്ങൾ എങ്ങനെ കേൾക്കാനാ? എന്നാ അതേ കേൾക്കണം. ഞാൻ അയാളുടെ പിന്നാലെ നടന്ന് തെറിയേട്ടോളാം. 1-ാം തീയതി തോറും കറക്റ്റായിട്ട് അയാൾ ശമ്പളം തരും. കുട്ടികളെ പോരണം, അതുകൊണ്ടാ. മനസ്സിലായോ? ഒവ്വേ ഒവ്വ 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 കൊച്ചു വെക്കട്ടെ. ഒവ്വ ഹടി മരമങ്കെ, നിന്നാണ് പറഞ്ഞറിയാ എടുക്കാൻ? ഓടി വന്നേക്കാണ് ഫോൺ ചെയ്യാൻ. എന്ത് നിശ്ചയാണെന്നറിയായ? നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച? അല്ലോ, സാരയില്ല, കൊച്ചുവാവേണേ. ആ ആ ആ നുമ്മക്കെടുക്കാം, നുമ്മക്കെടുക്കാന്ന്. ആ ഏറ്റന്ന് എടുക്കാം. പുള്ളമേനനാ? ആ പുളുന്താനിവിടെ ഇല്ല, കൊടുത്തു വിടാം. ആ ആ ഇട്ടേക്കട്ടെ. എടോ മറ്റടുത്ത സാറേ, തന്നാട് ഞാൻ എന്നതാണ് പറഞ്ഞത്? മുതലാളി എന്നോട് പറഞ്ഞത് പറഞ്ഞത് നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും വേണം? ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയതല്ലേ? പോയി എന്നായെങ്കിലും കൊണ്ടുവാ. ഓ പറയടോ. മുതലാളി എന്നോട് പലതും പറയാറുണ്ട്. അതിലേതാണെന്ന് വെച്ചിട്ട്. എടോ, തന്റെ കൈ ഞാൻ ഒപ്പിട്ട് തന്ന ചെക്കല്ല എവിടെ? ഓ, ചെക്കോ? അത് ഇതിലുണ്ട്. അത് തന്റെ മറ്റടത്ത് വെച്ചിട്ടാ മതിയാ. എടോ, അവർക്കെല്ലാം തെരഞ്ഞെടുപ്പ് വരികയല്ലേ. ഓരോരുത്തന്റെ ആഫീസിൽ കൊണ്ടിന്ന് കൊടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ തന്റെ കൈ ചെക്ക് ഒപ്പിട്ട് തന്നത്. അതെ. കാണാഞ്ഞിട്ടൊരു കൂട്ടരുതേ ഇപ്പൊ വിളിച്ചു ചോദിച്ചിരിക്കുന്നു ഫോണേ. അത് സാരില്ല മുതലാളി, ഓരോ പാർട്ടിയുടെയും ഇലക്ഷൻ ഓഫീസിൽ ഇന്ന് തന്നെ ചെക്ക് എത്തിച്ചേക്കാം. അതുപോലെ മറക്കരുതും. പിന്നെ ജീപ്പും കാറും ആരിക്കെല്ലാം വേണമെന്ന് ചോദിച്ചണ്ട് പോന്നം. നമ്മുടെ ഉള്ളിടത്തോളം കൂടെ പോരാതെ വന്നാ വാടകക്കെടുത്ത് കൊടുക്കണം. ഇല്ലെന്ന് പറയരുതും. ശരി മുതലാളി. ഇന്നലെ നമ്മക്കൊരു പുത്തങ്കാർ വന്നിട്ടുണ്ടല്ല, എന്നതാണ് അതിന്റെ പേര്? പോരട്ടെ 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 പോരട്ടെ. നാക്കിന്റെ തുമ്പത്തിരിക്കണ്. മെഴ്സിയുടെ ഇറക്കി വീട് മുതലാളി. പോരട്ടെ. പോരട്ടെ പോരട്ടെ പോരട്ടെ. ഒടിഞ്ഞ് പോരട്ടെ. മെനുസസ് എന്താന്ന് ചിരിക്കണ? മുതലാളി ഇപ്പൊ ഈ പറഞ്ഞത് നമുക്കുള്ളതല്ല, അത് വേറെ പാർട്ടിയുടേതാ. നമ്മുടേതിന്റെ പേര് മെഴ്സിഡസ് ബെൻസ് എന്നാ. എന്നാ കശവിശയെങ്കിലും ആകട്ടെ. താനത് ആരിക്കാണ് കൊടുക്കാൻ പോണത്? അത് മുതലാളിയോട് ചോദിച്ചിട്ട് കൊടുക്കൂ. ആർക്ക് കൊടുക്കണം? എടോ സാറേ, എന്തോ? അടുത്ത മുഖ്യൻ ആരായിരിക്കുമെന്ന് വല്ല പിടിപാട് ഉണ്ടാ? അത് നമ്മുടെ മറ്റേ പുള്ളി തന്നെ ആയിരിക്കും മുതലാളി. അതിനു വേണ്ടിയല്ലേ അവര് പുള്ളിക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കണേ. എങ്കിലേ പുത്തമ്പണ്ടി പുള്ളിക്കാരന് കൊടുത്താ മതി. വേറെ വല്ലവരിക്കും ഒന്നും കൊണ്ട് കൊടുക്കരുതും. ഒന്നാമത് കൊണ്ടീഷൻ കാറാണ്. അതെ അതെ, എയർ കണ്ടീഷൻ. എയർ കണ്ടീഷൻ. അതന്നെ അതന്നെ. മൂടിക്കൊണ്ട് വരാൻ മേലടി, ദൃഷ്ടിദോഷം ഉണ്ടാവില്ലാടി. ഇങ്ങോട്ട് കാട്ട്. താമല്ലതും കുടിച്ചാടോ? ഓ, അത് സാരില്ല. ഇപ്പൊ ഞാൻ കുടിക്കട്ടെ. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? അത്ര വലിയ ദാഹമൊന്നും കാണുകയല്ല. ഉണ്ടാടോ? ഇല്ല. മുടുക്കൻ മുടുമുടുക്കൻ.